എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ വന്ദനം. ഈ മാസത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ദിനത്തിൽ നമ്മൾ എത്തിച്ചേർന്നു. ഒന്ന് പറഞ്ഞാൽ ജീസസ് എവരി ഡേയിലൂടെ ഓരോ ദിവസം ഏതാണെന്നെങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ ദൈവം കൃപ തരുന്നു. ജൂലൈ മാസം നമുക്ക് അനുഗ്രഹമായിരുന്നു. ഒത്തിരി പേർക്ക് ഇത് അനർത്ഥമായിരുന്നു, അപകടമായിരുന്നു, തകർച്ചയായിരുന്നു. എന്നാൽ നിർണയപ്രകാരം വിളിക്കപ്പെട്ട നമുക്ക് സകലതും നന്മയ്ക്കായിട്ട് കൂടെ വ്യാപരിച്ചു. അപ്പോൾ പരാജയമെന്ന് പറയുന്നത് വിജയത്തിൻ്റെ എതിരായിട്ടുള്ള വാക്കല്ല. പരാജയമെന്ന് പറയുന്നത് വിജയത്തിലേക്കുള്ള യാത്രയുടെ ഒരു ഭാഗമാണ്. വിജയത്തിൽ പരാജയം ആവശ്യമാണ്. ഒരു കുഞ്ഞ് നടക്കാൻ തുടങ്ങുമ്പോൾ എത്ര വട്ടമാണ് വീഴുന്നത്? അത് തന്നെ നമ്മെ ഒരു പാഠം പഠിപ്പിക്കുകയാണ്. അനേക പരാജയങ്ങൾ വരുമ്പോഴും നമ്മുടെ മാതാപിതാക്കൾ നിർത്തിയില്ല. എന്നാൽ പിന്നെ ഇവൻ എഴുന്നേൽക്കണ്ട, നടക്കണ്ടെന്ന് പറഞ്ഞില്ല. അവർക്ക് ഉറപ്പാണ്. നടന്നവരെല്ലാം പരാജയപ്പെട്ടിട്ടുണ്ട്, വീണിട്ടുണ്ടെന്ന് അവർക്കറിയാം. അപ്പോൾ വീണ് പഠിച്ചാൽ മതി എന്നാണ് മാതാപിതാക്കൾക്ക് നമ്മോട് പറയാനുള്ളത്. വീണ് പഠിച്ചാൽ മതി. ഇതുപോലെ വിശ്വാസ ജീവിതത്തിൽ വീഴ്ചകൾ വരുമ്പോൾ, അല്ലെങ്കിൽ ബിസിനസ്സിൽ, ജോലിയിൽ, വിദ്യാഭ്യാസത്തിൽ, കുടുംബാവസ്ഥകളിൽ എല്ലാം നമുക്ക് പരാജയങ്ങളുണ്ടാകും. പരാജയങ്ങൾ വിജയത്തിൻ്റെ എതിർവാക്കല്ല. പരാജയം ജീവിതത്തിൽ വിജയത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നതിൻ്റെ ഒരു ഭാഗമാണ്. പരാജയത്തിൽ നിന്നാണ് നമ്മൾ കൂടുതൽ വിജയത്തിന് വേണ്ട കാര്യങ്ങൾ പ്രാപിച്ചെടുക്കുന്നത്. ഓരോ പരാജയങ്ങളും നമ്മെ ഓരോ നല്ല പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. നല്ല പാഠങ്ങൾ കിട്ടുന്നത് പരാജയത്തിൽ നിന്നാണ്. അബ്ദുൽ കലാം എന്ന മഹാനായ മനുഷ്യൻ പറഞ്ഞത്, വിജയിക്കണമെങ്കിൽ വിജയിച്ചവരുടെ പുസ്തകമല്ല വായിക്കേണ്ടത്, പരാജയപ്പെട്ടവരുടെ പുസ്തകം വായിക്കണമെന്ന്. ജീവിതത്തിൽ പരാജയപ്പെട്ട് വിജയിച്ചവരുടെ ബുക്കുകൾ, ആ പുസ്തകമാണ് നമുക്ക് ഏത് റൂട്ടിൽ നമുക്ക് ഉയർച്ചയിലേക്ക് കയറാമെന്നുള്ള നല്ല പാഠങ്ങൾ തരുന്നത്. തീർച്ചയായിട്ടും വരുവാൻ പോകുന്ന ഓഗസ്റ്റ് മാസം വിജയത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഒരു മാസമായി തീരും. അതിനെ അങ്ങനെ തന്നെ നമുക്ക് കാണാം, വിശ്വസിക്കാം. ഓഗസ്റ്റ് മാസത്തെ നമുക്ക് അനുഗ്രഹിക്കാം. ഈ ജൂലൈ മാസത്തിൻ്റെ ഒടുവിലത്തെ ദിവസവും ദൈവം തന്ന ചാൻസാണ് ദൈവത്തെ പാടി ആരാധിക്കാൻ. ഒരുമിച്ച് ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം. आत्मा मंदिरा था, पवित्र आत्मा मंदिरा था, आत्मा मंदिरा था, पवित्र आत्मा मंदिरा था। पेंतेकोस्त के दिन समान आत्मा मंदिरा था, पेंतेकोस्त के दिन समान आत्मा मंदिरा था, आत्मा मंदिरा था, पवित्र आत्मा मंदिरा था, आत्मा मंदिरा था, पवित्र आत्मा मंदिरा था। पेंतेकोस्त के दिन समान आत्मा मंदिरा था, पेंतेकोस्त के दिन समान आत्मा मंदिरा था। अंधे देखते हैं, लंगड़े चलते हैं, अंधे देखते हैं, लंगड़े चलते हैं। यीशु मसीह के नाम से अंधे देखते हैं, यीशु मसीह के नाम से लंगड़े चलते हैं। आत्मा मंदिरा था, पवित्र आत्मा मंदिरा था, आत्मा मंदिरा था, पवित्र आत्मा मंदिरा था। पेंतेकोस्त के दिन समान आत्मा मंदिरा था, पेंतेकोस्त के दिन समान
सुनते हैं। यीशु मसीह के नाम से गूंगे बोलते हैं। यीशु मसीह के नाम से बहरे सुनते हैं। आत्मा मंडरा था, पवित्र आत्मा मंडरा था। आत्मा मंडरा था, पवित्र आत्मा मंडरा था। पेंतेकोस्त के दिन समान आत्मा मंडरा था। पेंतेकोस्त के दिन समान आत्मा मंडरा था। शैतान कांपता है, शैतान भागता है। शैतान कांपता है, शैतान कांपता है। यीशु मसीह के नाम से शैतान कांपता है। यीशु मसीह के नाम से शैतान भागता है। आत्मा मंडरा था, पवित्र आत्मा मंडरा था। आत्मा मंडरा था, पवित्र आत्मा मंडरा था। पेंतेकोस्त के दिन समान आत्मा मंडरा था। पेंतेकोस्त के दिन समान आत्मा मंडरा था। आत्मा मंडरा था, पवित्र आत्मा मंडरा था। आत्मा मंडरा था, पवित्र आत्मा मंडरा था। पेंतेकोस्त के दिन समान आत्मा मंडरा था। पेंतेकोस्त के दिन समान आत्मा मंडरा था। അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൽ സ്തെഫാനോസിൻ്റെ പ്രസംഗം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അബ്രഹാമിൽ ആരംഭിച്ചു. അബ്രഹാമിൻ്റെ യാത്രയെക്കുറിച്ച് പറഞ്ഞു. അബ്രഹാം കാലുകുത്തിയ വാഗ്ദത്ത ദേശത്ത് ഒരു കാലടി സ്ഥലം പോലും ദൈവം കൊടുത്തില്ല. അവിടെ വെച്ച് അവന് തലമുറയില്ലായിരുന്നു. അപ്പോൾ വിശ്വാസം അവനെ പഠിപ്പിക്കുകയാണ്. ആ സ്ഥലം അവൻ്റേതാകുമെന്ന് അവൻ അറിയില്ല. എന്നിട്ടും ദൈവം അവിടെ കൊണ്ടുചെന്നിട്ട് അവിടെ വെറുതെ നടത്തി ഒരു കുഞ്ഞിനെ കളിപ്പിക്കുന്നത് പോലെ കളിപ്പിക്കുകയാണ്. ഓമനിക്കുന്നത് പോലെ, ഒരു കുഞ്ഞിനെ ഓമനിക്കുന്നത് പോലെ ഓമനിക്കുകയാണ്. അവനുള്ള സ്ഥലത്ത് അവനെ കൊണ്ടുപോയത്, അല്ലാതെ വല്ല ആഫ്രിക്കയിലോ അന്റാർട്ടിക്കയിലോ കൊണ്ടുപോയിട്ടല്ല. വിശ്വാസത്താൽ ഇറങ്ങിത്തിരിച്ച അബ്രഹാം സൊമാലിയയിലല്ല ചെന്ന് പെട്ടിരിക്കുന്നത്. അവൻ്റെ തലമുറയ്ക്ക് ലഭിക്കാൻ പോകുന്ന സ്ഥലത്ത് തന്നെയാണ് അവനായിരിക്കുന്നത്. അവിടെയാണ് അവൻ മകനില്ലാതെ നടക്കുന്നത്. അവിടെയാണ് അവൻ ഏറ്റവും കൂടുതൽ വേദനപ്പെടുന്നത്. നമ്മൾ അറിയുന്നില്ല. നമ്മളിന്ന് വേദനപ്പെടുന്ന പലതും നമ്മുടേതായി മാറാൻ പോകുന്നത്, നമ്മൾ ഒന്നുമില്ലാത്തവരെ പോലെ നിൽക്കുന്ന അതേ സ്ഥലം നാളെ നമ്മുടേതായി മാറാൻ പോകുന്നത് നമ്മൾ അറിഞ്ഞിട്ടില്ല. അബ്രഹാമിൽ നിന്ന് പഠിക്കുന്ന വലിയ പാഠങ്ങൾ അതാണ്. അങ്ങനെ 8-ാമത്തെ വാക്യത്തിലോട്ട് വരുമ്പോൾ, പിന്നെ അവന് പരിച്ഛേദന എന്ന നിയമം കൊടുത്തു. അങ്ങനെ അവൻ ഇസഹാക്കിനെ ജനിപ്പിച്ചു. 8-ാം നാളിൽ പരിച്ഛേദന ചെയ്തു. ഇസഹാക്ക് യാക്കോബിനെയും യാക്കോബ് 12 ഗോത്രപിതാക്കന്മാരെയും ജനിപ്പിച്ചു. ഗോത്രപിതാക്കന്മാർ ജോസഫിനോട് അസൂയപ്പെട്ട് അവനെ മിസ്രൈമിലേക്ക് വിറ്റുകളഞ്ഞു. ഈ പ്രസംഗം നമ്മളൊന്ന് വായിച്ചു പോവുകയാണ്. അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ നമുക്കിങ്ങനെ ധ്യാനിക്കുവാൻ ചില ഭാഗങ്ങളിലുണ്ട്. എങ്കിലും നമ്മളൊന്ന് വായിച്ചു പോവുകയാണ്. അപ്പോൾ ഗോത്രപിതാക്കന്മാർ അവനെ അവിടെ അസൂയപ്പെട്ട് അവനെ മിസ്രൈമിലേക്ക് വിറ്റുകളഞ്ഞു. ഇതാ ഒരു വഴി, ഒരു റൂട്ട് തുറക്കുന്നതാണ്. ദൈവത്തിൻ്റെ പ്ലാനിലാണ് എല്ലാ കാര്യവും നടക്കുന്നത്. അബ്രഹാമിന് കുഞ്ഞുങ്ങളില്ലാത്ത കാലത്ത് തന്നെ ദൈവം പറഞ്ഞു, നിന്റെ സന്തതി 400 വർഷം മറ്റൊരു അന്യരാജ്യത്ത് അടിമയാകും. ഏത് രാജ്യമാണെന്നൊന്നും പറഞ്ഞില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ യാക്കോബിനെ അറിയാം മോൻ അങ്ങോട്ട് പോകും, അല്ലെങ്കിൽ ആ വഴിക്കാണ് പോകുന്നത്. ദൈവ സ്ഥലമൊന്നും പറയില്ല. എന്നാൽ ദൈവം ഇപ്പോൾ ഒരു വഴി അനുവദിക്കുകയാണ്. അപ്പം ദൈവം അറിയാതെയല്ല പലരും നമ്മളോട് അസൂയപ്പെടുന്നത്.
ദൈവം അറിയാതെയല്ല മറ്റുള്ളവർ നമ്മെ തരം താഴ്ത്തുന്നത്. ദൈവം അറിയാതെയല്ല നമ്മെ പലരും വില കുറഞ്ഞു കാണുന്നത്. അതായത് വിറ്റ് കളയുന്നത് പോലെ. ഒരു വിലയും ഇല്ലാതെ ജോസഫിനാകെ 20 വെള്ളിക്കാശിൻ്റെ വിലയാണ് അവർ കണ്ടത്. എന്നാൽ യാക്കോബ് ആ ഇളയ മോന് വളരെയധികം വില കണ്ടു. അവൻ്റെ വസ്ത്രത്തിൻ്റെ 100-1 വില പോലും അവന് കിട്ടിയില്ല. അത്രയും വില കൂടിയ അങ്കി അവന് തയ്പ്പിച്ചു കൊടുത്തു. ആ രാജ്യത്ത്, അവർ പാർക്കുന്ന രാജ്യത്തെ ഏറ്റവും സമ്പന്നരാണവർ. അത്രയും ആടുമാടുകളും സമ്പത്തും ഉണ്ടായിട്ടും ജോസഫിനെ വില കുറഞ്ഞു കണ്ടു. ജോസഫിനോട് അസൂയപ്പെട്ടു. ജോസഫിനെ വിറ്റുകളഞ്ഞു. എന്നാൽ ഇതെല്ലാം പിന്നത്തേതിൽ ദൈവം ഒരു വഴിയാക്കി മാറ്റി. അപ്പം ദൈവം അറിയാതെയല്ല അത് സംഭവിക്കുന്നത്. ജോസഫ് നല്ലവനായിരുന്നു. ജോസഫ് മറ്റ് സഹോദരങ്ങളെ പോലെ ക്രൂരനല്ലായിരുന്നു. ജോസഫ് നിഷ്കളങ്കനായിരുന്നു. ദൈവം നിഷ്കളങ്കന്മാരോട് ഇങ്ങനെ ചെയ്യുമോ? ഇല്ല. നിഷ്കളങ്കന്മാരെ ദൈവം പണിതെടുക്കും. ദൈവം ചാലുകൾ തുറക്കുകയാണ്. ഒരു കാര്യം ഓരോ വ്യക്തികളും അറിയണം. മറ്റുള്ളവർ നിന്നോട് അസൂയപ്പെടുമ്പോൾ, മറ്റുള്ളവർ നിന്നെ വില കുറഞ്ഞു കാണുമ്പോൾ, മറ്റുള്ളവർ നിന്നെ ഒറ്റപ്പെടുത്തുമ്പോൾ നീ ഏതോ ഒരു അനുഗ്രഹത്തിൻ്റെ റൂട്ടിലേക്ക് പോവുകയാണെന്നുള്ള ഒരു മെസ്സേജ് നിന്റെ അകത്ത് വരാനാണ് ഈ സന്ദേശം ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. ജോസഫിൻ്റെ ചരിത്രം അതാണ്. നിന്നെ ആർക്കും തരം താഴ്ത്താൻ കഴിയില്ല. നിന്നെ ആർക്കും ഒറ്റപ്പെടുത്താൻ കഴിയില്ല. നിന്നെ ആർക്കും നശിപ്പിക്കാൻ കഴിയില്ല. നീ അസൂയയിൽ അകപ്പെട്ട് കിടക്കുമ്പോൾ, നീ ഒറ്റപ്പെട്ടു പോകുമ്പോൾ, നിന്നെ മറ്റുള്ളവർ തരം താഴ്ത്തുമ്പോൾ നീ ദൈവത്തിൻ്റെ കയ്യിൽ ഭദ്രമാണ്. പോത്തിഫേറിൻ്റെ വീട്ടിൽ ജോസഫിൻ്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നെന്ന്, ജയിലിൽ ജോസഫിൻ്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നെന്ന് അവിടെ എഴുതിയിരിക്കുന്നു. അപ്പം ദൈവത്തിൻ്റെ പണിപ്പുരയിലായിരുന്നു ജോസഫ്. ഒരു കൊച്ചി ഇറക്കൻ, അപ്പൻ്റെ അമ്മയുടെ കൂടെ മാത്രം ജീവിച്ച് പരിചയമുള്ളവൻ, വെയിൽ കൊള്ളാതെ, ചേട്ടന്മാരെ പോലെ ആടിൻ്റെ പുറകെ പോകാതെ വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടിയ ഒരു സാധുശീലനായ ചെറുപ്പക്കാരനെ ഒരു രാജ്യത്തിൻ്റെ, ലോകത്തിലെ ഏറ്റവും മികച്ച രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാക്കണമെങ്കിൽ പല അനുഭവങ്ങളിലൂടെ ജോസഫിനെ പറഞ്ഞു വിടണം. ഇന്ന് നിങ്ങൾ കടന്നു പോകുന്നതൊക്കെ നാളുകളിൽ നിങ്ങളാകാൻ പോകുന്ന ഉയർന്ന തലങ്ങളിലേക്ക് ദൈവം നിങ്ങളെ എത്തിക്കുന്നതാണ്. നിങ്ങൾ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം, ശാരീരിക ബുദ്ധിമുട്ട്, സാമ്പത്തിക ബുദ്ധിമുട്ട് എല്ലാം നാളുകളിൽ ദൈവം നിങ്ങളെ ആക്കാൻ പോകുന്ന ഉയർന്ന തലങ്ങൾ ഉണ്ട് എന്നുള്ളതിൻ്റെ അടയാളമാണ്. അങ്ങനെ അതിനെ കാണാൻ എത്ര പേർക്ക് കഴിയും? ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന, പ്രാർത്ഥിച്ചിട്ടും മാറാത്ത വിഷയം, കരഞ്ഞിട്ടും മാറാത്ത വിഷയം, വേദനപ്പെട്ടിട്ടും മറുപടിയില്ലാത്ത സാഹചര്യം, ഇതെല്ലാം ഒരു സീസണിൽ മാറിപ്പോവും. പെട്ടെന്നായിരിക്കും അതിൻ്റെ കാര്യങ്ങൾ മാറുന്നത്. പ്രശ്നങ്ങൾ ജോസഫിനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ചില വിഷയങ്ങൾ നാം പ്രാർത്ഥിക്കുമ്പോൾ തന്നെ മാറും. ചില വിഷയങ്ങൾ നമ്മെ മാറ്റും. ജോസഫിൻ്റെ വിഷയം അവനെ മാറ്റുന്നതായിരുന്നു. നമ്മെ മാറ്റിയെടുക്കുന്ന വിഷയങ്ങളുണ്ട്, നമുക്ക് മാറ്റാൻ കഴിയുന്ന വിഷയങ്ങളുമുണ്ട്. ഇതേതാണെന്ന് 2 വിഷയങ്ങളെയും വിവേചിക്കണം. ചിലത് ശാസിച്ചാലും പ്രാർത്ഥിച്ചാലും മാറിപ്പോവും. ഉപവാസത്തോടെയും പ്രാർത്ഥനയോടെ ഇതെല്ലാം മാറും. ചില വിഷയങ്ങൾ ഉപവസിക്കും തോറും കട്ടി കൂടും. കാരണം അതിലൂടെ കയറി ഇറങ്ങി എന്തോ ആയിത്തീരുകയാണ്. അടുത്തത് ദൈവത്തിൻ്റെ ഒരു സമയത്തിലേക്ക് അത് ബന്ധപ്പെടുകയാണ്. അത് ദർശനത്തിനൊരു അവധിയുണ്ട്, അത് സമാപ്തിയിലേക്ക് പോവുകയാണ്. അത് താമസിക്കുകയില്ല. അതിനായിട്ട് കാത്തിരിക്കണം. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന വചനം പോലെ അതിലെന്തോ സംഭവിക്കാൻ പോവുകയാണ്. ജോസഫിനെ ആ സഹോദരന്മാർ വിറ്റുകളഞ്ഞു. ഗോത്രപിതാക്കന്മാർ ജോസഫിനോട് അസൂയപ്പെട്ട് അവനെ മിസ്രൈമിലേക്ക് വിറ്റുകളഞ്ഞു. ഗോത്രപിതാക്കന്മാരല്ല അന്നവർ. പിന്നീടാണ് ഇതൊക്കെ ഗോത്രപിതാക്കന്മാരായി മാറിയത്. അവർ പോലും അറിഞ്ഞില്ല നാളെ വർഷങ്ങൾക്കപ്പുറം അവരെക്കുറിച്ച് ഇങ്ങനെ നമ്മൾ പ്രസംഗിക്കുമെന്ന് അവരറിഞ്ഞില്ല. അവരറിഞ്ഞിരുന്നെങ്കിൽ അവർ ഈ പണിക്ക് പോകുമോ? ആർക്കും ഇത് വെളിപ്പെട്ടില്ല. ജോസഫ് ഓർത്തില്ല. 10,000 ജോസഫിൻ്റെ ചരിത്രം പഠിച്ച് ബലപ്പെടുമെന്ന് ജോസഫ് അറിഞ്ഞില്ല. ജോസഫെ, അന്ന് കഷ്ടപ്പെട്ടത് ഞങ്ങളെപ്പോലുള്ളവർക്ക് വേണ്ടിയാണ്. ജോസഫെ, അന്ന് അടിമയായത് ഞങ്ങളെപ്പോലുള്ളവർക്ക് വേണ്ടിയാണ്. ജോസഫെ,
അന്ന് ജയിലിൽ കിടന്നത് ഞങ്ങളെപ്പോലെയുള്ളവർക്ക് വേണ്ടിയാണ്. കാരണം ജോസഫെ, അങ്ങ് അതിൽ നിന്നെല്ലാം പുറത്തു വന്നപ്പോൾ ഞങ്ങൾക്ക് ദൈവം അതിലൂടെ വലിയ പാഠം തരികയായിരുന്നു. ഇപ്പൊ ജോസഫിനെ നിത്യതയിൽ സ്വർഗത്തിൽ വെച്ച് കാണുമ്പോൾ നമുക്ക് അദ്ദേഹത്തെ കാണുമ്പോൾ ബഹുമാനം തോന്നും. നമ്മളവരെ എല്ലാം കാണും. അബ്രഹാമിനെ കാണും, ഇസഹാക്കിനെ കാണും, യാക്കോബിനെ കാണും. ജോസഫിനെ കാണുമ്പോൾ ഒരു പ്രത്യേക റെസ്പെക്റ്റ് ഉണ്ടാവും. കാരണം നമ്മൾ പറയും, അബ്രഹാം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾ പഴയ നിയമത്തിൽ പ്രസംഗിച്ചത് ജോസഫാണ്. പുതിയ നിയമത്തിൽ എടുത്തു പറയാൻ പറ്റിയ ഒരാൾ അബ്രഹാം പോലുമല്ല. അബ്രഹാം പല വിവാഹം കഴിച്ചു, പല വഴിക്ക് പോയി, അബദ്ധങ്ങളിൽ ചാടി. ദാവീദ് പ്രസംഗിക്കാൻ പറ്റിയ വിഷയമല്ല. മോശയെ പോലും പ്രസംഗിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ ജോസഫിനെ പ്രസംഗിക്കാൻ പുതിയ നിയമസഭയ്ക്ക് ഒരു അഭിമാനമാണ്. പുതിയ നിയമസഭയോട് വളരെ താതാമ്യം പുലർത്തുന്ന ഒരു മനുഷ്യൻ. അതുകൊണ്ട് നിത്യതയിൽ ചെല്ലുമ്പോൾ പുതിയ നിയമസഭ ജോസഫിനെ തീർച്ചയായിട്ടും കണ്ട് അഭിനന്ദിച്ചിരിക്കും. കാരണം ആ കാലത്ത് ഇത്രയും ഭക്തിയോടെ, ആ കാലത്ത് ഇത്രയും വിശുദ്ധിയോടെ, ആ കാലത്ത് ഇത്രയും ദൈവകൃപയോടെ നിൽക്കാൻ കഴിഞ്ഞല്ലോ. വലിയ വലിയ സ്ഥാനമാനങ്ങൾ കിട്ടിയിട്ടും താഴ്മയോടെ നിന്നല്ലോ. നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ജോസഫിൻ്റെ ചരിത്രത്തിൽ നിന്ന് എടുക്കാനുണ്ട്. എന്തുകൊണ്ടാണ് ജോസഫിനെ പെട്ടെന്ന് മന്ത്രിയാക്കാഞ്ഞത്? അത് എന്താണെന്ന് വെച്ചാൽ, 1 തിമോത്തി 3 പറയുന്നുണ്ട്, നിഗളിച്ചിട്ട് പിശാചിൻ്റെ കണിയിൽ പെട്ടുപോകാതിരിപ്പാൻ പുതിയ ശിഷ്യൻ അരുതെന്ന്. അപ്പോൾ ജീവിതത്തിൽ പല അനുഭവത്തിലൂടെ കയറി ഇറങ്ങി പോകുന്ന ഒരു വ്യക്തി നിഗളിക്കത്തില്ല. നിഗളം എന്ന പാപത്തിൽ നിന്ന് നമ്മെ പുറത്തെടുക്കാൻ നാം അനുഗ്രഹിക്കുന്നതിന് മുമ്പ്, അനുഗ്രഹിക്കപ്പെടുന്നതിന് മുമ്പ് ദൈവം ചിലതിലൂടെ കടത്തിവിടും. അതിലൂടെ കടന്നു പോയാൽ പിന്നെ എത്ര സ്വന്തമായിട്ടൊരു വിമാനമുണ്ടെങ്കിൽ പോലും നമുക്ക് നിഗളം തോന്നത്തില്ല. കാരണം നമ്മളുടെ കഴിഞ്ഞ കാലത്തെ ലെസനുകൾ, പാഠങ്ങൾ നമുക്കറിയാം. നമ്മൾ എവിടെ നിന്നാണ് വന്നത്, എവിടെ നിന്നാണ് നമ്മൾ ഇവിടം വരെ എത്തിയതെന്നുള്ള ഓർമ്മകൾ നമ്മെ വളരെയധികം ബലപ്പെടുത്താനിടയാവും. അപ്പോൾ നിഗളമെന്ന മഹാപാപം, ലൂസിഫർ, അതായത് ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായിരുന്ന ആദ്യത്തെ പാപം, ലൂസിഫർ വീണുപോകാൻ കാരണമായ പാപം, അതുപോലെ അഹങ്കരിക്കാൻ ഉണ്ടായിരുന്നു. ആ പാപത്തെയാണ് കർത്താവ് ജീവിതത്തിൽ നമുക്ക് തരുന്ന ട്രെയിനിങ്ങിലൂടെ ഇല്ലാതെയാക്കുന്ന. വലിയ നന്മയിലേക്ക് വരുമ്പോൾ പഴയത് മറക്കാതെ, അപ്പോൾ തന്നെ മറക്കേണ്ടത് മറക്കാനും. ജോസഫിൽ നിന്ന് അതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. ഇന്നത് കേൾക്കുന്ന ഓരോ വ്യക്തികളും ധൈര്യപ്പെടണം. നാളുകളിൽ ദൈവം നിന്നെ ഉയർത്തുമ്പോൾ നിഗളിക്കാതിരിക്കാൻ ഇപ്പോഴേ ദൈവം നിന്നെ ഓരോ അവസ്ഥകളിലൂടെ കയറ്റി ഇറക്കി പണിതെടുക്കുകയാണ്. ധൈര്യപ്പെടുക. കർത്താവിൽ നമുക്ക് ബലപ്പെടാം, പ്രാർത്ഥിക്കാം. യേശു കർത്താവേ, ഈ ജൂലൈ മാസം തന്നതിന് നന്ദി. ഈ മാസം മുഴുവൻ അവിടെ നിന്ന് ഞങ്ങൾക്ക് നല്ലവനായിരുന്നു. ഈ മക്കൾ കേട്ട ഓരോ വചനങ്ങളും ഓരോ ദിവസവും അവർക്ക് അനുഗ്രഹമായല്ലോ. ഇന്നത്തെ ഈ സന്ദേശം അടുത്ത ഓഗസ്റ്റ് മാസത്തിൽ തുറക്കാൻ പോകുന്ന സമൃദ്ധിയിലേക്കുള്ള കാൽവെപ്പായി തീരട്ടെ. ജോസഫിനെ പോലെ എത്ര ഉയർച്ചകളിലും മറക്കേണ്ടത് മറക്കാനും ഓർക്കേണ്ടത് മാത്രം ഓർക്കാനും ഉപദ്രവിച്ചവർക്ക് പോലും നന്മ ചെയ്യാനുമുള്ള ഒരു ക്വാളിറ്റിയിലേക്ക് ഞങ്ങളെ ജീവിതത്തിലെ ഓരോ പാഠങ്ങളും പരിശീലിപ്പിക്കുന്നതിനായി സ്തോത്രം. എല്ലാ നന്മകൾക്കായി നന്ദി. ഇന്നത് കേൾക്കുന്നവർ സൗഖ്യമാകട്ടെ. ഓഗസ്റ്റ് മാസം ആരോഗ്യമുള്ളവരായിരിക്കട്ടെ. ഇന്നത് കേൾക്കുന്നവർ കടക്കണികളിൽ നിന്ന് പുറത്തു വരട്ടെ. ഓഗസ്റ്റ് മാസം അവർക്ക് വിശാലതയുടെ മാസമായി മാറട്ടെ. പ്രാർത്ഥിക്കുന്നു. വഴികൾ തുറക്കട്ടെ, വാതിലുകൾ തുറക്കട്ടെ. അനുഗ്രഹിക്കും യേശുവിൻ നാമത്തിൽ. ആമേൻ. ഞാൻ വിശ്വസിക്കുന്ന ഓരോ ദിവസവും നമ്മളൊരു ചെറിയ പ്രാർത്ഥന പ്രാർത്ഥിക്കും. അതൊരു ചെറിയ പ്രാർത്ഥനയെങ്കിലും വലിയ അനുഗ്രഹങ്ങളുണ്ട്. ഞാനത് കണ്ടിട്ടുണ്ട്. പ്രാർത്ഥനകൾക്ക് അത്ഭുതകരമായ മറുപടിയുണ്ട്. അതുകൊണ്ടാണ് മടുപ്പില്ലാതെ നിങ്ങളുടെ മുൻപിൽ എല്ലാ ദിവസവും എത്തുന്നത്. തീർച്ചയായിട്ടും ദൈവം വലിയവ ചെയ്യും. നാളെ നമുക്ക് ഒരുമിച്ച് കൂടാം. പുതിയ മാസത്തിൽ സന്തോഷത്തോടെ ജീസസ് എവരി ഡേ എന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് വരുവാൻ നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. ആമേൻ.